അടിച്ചു കയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. അടിയൊഴുക്കിന്റെ ശക്തി കൂടിയപ്പോ ആദ്യം കായലിലേക്ക് തെറിച്ചു പോയത് വള്ളം തുഴഞ്ഞ് അന്തോണിച്ചേട്ടനാ സാറേ. പിന്നെ നിയന്ത്രണം വിട്ടൊരു പോക്കായിരുന്നു വള്ളം. ഞാൻ ഉറക്കെ കൂവി ആളുകളെ വിളിച്ചുവിട്ടാനുള്ള ശ്രമത്തിലായിരുന്നു. പെട്ടെന്ന് നിലതെറ്റി ഞാനും കായലിലേക്ക് വീണു. ആ സമയം ജീവനപ്പ വള്ളത്തിൽ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് വള്ളം മറിഞ്ഞപ്പോ അവൻ അതിന്റെ അടി പെട്ടുപോയി കാണും സാറേ. അവിടുന്ന് അവന് പൊങ്ങാൻ പറ്റി കാണില്ല. എന്നുവെച്ചാ ജീവൻ കായലിൽ മുങ്ങി മരിച്ചു കാണുമെന്നാണ് നിന്റെ വിശ്വാസം അല്ലേ? അവനൊന്നും സംഭവിക്കില്ലെന്ന് സാറേ എന്റെ പ്രാർത്ഥന. സാറേ, പക്ഷെ ഒരു ദിവസം കഴിഞ്ഞില്ലേ? ഇനി അവൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് എനിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല. അതെ, മുങ്ങൽ വിദഗ്ധർ ഇപ്പൊ തിരയുന്നത് ജീവന്റെ ഡെഡ് ബോഡിക്ക് വേണ്ടിയാ. ഈ സമയം വരെ അതും കിട്ടിയിട്ടില്ല. മഞ്ചാടിയൻ ജീവൻ രാജിനെ ഒളിച്ചോടാൻ സഹായിച്ചതും പുഴക്കര ക്ഷേത്രത്തിൽ വെച്ച് അവരുടെ കല്യാണം പ്ലാൻ ചെയ്തതൊക്കെ ആസിഫായിരുന്നു അല്ലേ? അതെ സാറേ. അതിന്റെ തലേ ദിവസം രാത്രി എന്റെ ഉമ്മ ഹാർട്ട് അറ്റാക്ക് വന്ന ഹോസ്പിറ്റലിലെ. അതുകൊണ്ട് എനിക്കതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. രാവിലെ ഞാൻ താലിയായിട്ട് എത്താന്നായിരുന്നു പറഞ്ഞത്. എനിക്കെത്താൻ പറ്റാത്തോണ്ട് അത് വേണ്ട വിധം നടന്നില്ല സാർ. അതിനുശേഷം ചിത്രത്തിലേ ഇല്ലാതിരുന്ന ആസിഫ് എങ്ങനെയാ രണ്ടാമതും ജീവന്റെയും മഞ്ചാടിയുടെയും കല്യാണം ഫിക്സ് ചെയ്തതിന്റെ തലേ ദിവസം രാത്രി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവിടെ എത്തിയത്? ആ, എത്തിയത് പോട്ടെ, കൂട്ടുകാരല്ലേ. പിറ്റേ ദിവസം കല്യാണമാണെന്നറിഞ്ഞാൽ പോയി കാണണം. പക്ഷെ മഴക്കോളുള്ള ദിവസം രാത്രി ഉറങ്ങിക്കിടന്ന വള്ളക്കാരനെ വിളിച്ചുണർത്തി കടവ് കടന്നുപോയി ജീവനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്തിനാ? സാറേ, ജീവന് ഭീഷണി ഉണ്ടായിരുന്നു സാറേ. അവനെ താലികെട്ടിന് അമ്പലത്തിലെത്തിക്കില്ല എന്ന് ചിലർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആര്? പറയാസിഫേ, ആരായിരുന്നു ജീവന് ഭീഷണി? അതെനിക്കറിയില്ല സാർ. ഞാനത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭീഷണിയുടെ കാര്യം പറഞ്ഞ് എന്നെ ജീവനെ തുരുത്തിന്ന് മാറ്റാൻ വേണ്ടി അയച്ചതാ ആ സുശീലാന്റിയാ. സുശീല എപ്പോഴാ നിന്നെ വിളിച്ചത്? രാത്രി ഒരു 9 മണിയായി കാണും. അപ്പൊ നീ എവിടെയായിരുന്നു? ഞാൻ വീട്ടിലായിരുന്നു സാറേ. ആസിഫിന്റെ ഉമ്മ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാ? അതേ ദിവസം തന്നെയാണ് സാറേ. ഉമ്മയെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നുകൊണ്ടാ എനിക്ക് തുരുത്തിലേക്ക് പോകാൻ കഴിഞ്ഞത്. സുശീല നിന്നെ ഏത് നമ്പറിൽ നിന്നാ വിളിച്ചത്? നിന്റെ ഫോണിൽ ആ നമ്പർ കാണുമല്ലോ, നോക്കട്ടെ. അത് എന്റെ ഫോൺ കയ്യിലില്ല സാർ. അത് വള്ളം മറിഞ്ഞപ്പോൾ കയ്യിൽ നഷ്ടപ്പെട്ടു. ഓ, അപ്പൊ ആ തെളിവ് അങ്ങനെ പോയി. എന്തായാലും ജീവൻ രാജിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിന്റെ ഇടപെടലിന് ഒരു വിചിത്ര സ്വഭാവം ഉണ്ടല്ലോ ആസിഫെ. അവരാദ്യം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതിന്റെ തലേ ദിവസം നിന്റെ ഉമ്മാക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. ജീവനും മഞ്ചാടിയും രണ്ടാമത് കല്യാണം ഫിക്സ് ചെയ്തതിന്റെ തലേ ദിവസം സുശീലയുടെ നിർദ്ദേശപ്രകാരം നീ ഇടപെടുമ്പോഴേക്കും സുശീലയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. ഇനി നിനക്കും കൂടെ ഹാർട്ട് അറ്റാക്ക് വരാതെ നോക്കണേ ആസിഫെ. നമുക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാനുള്ളതാ. സാറേ, ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ് സാറേ. എനിക്ക് വേറെ ഒന്നും അറിയില്ല. കുഴപ്പമില്ലടോ. പോലീസ് തെളിവ് ശേഖരിക്കുന്നത് ഒരാളീന്ന് മാത്രമല്ല, പലരീന്ന. ഇതേ ഹോസ്പിറ്റലിലെ ICUവില് സുശീല കിടപ്പുണ്ട്.
അവരാണ് ആസിഫിനെ തുരുത്തിലേക്ക് അയച്ചതെന്ന് അവര് സമ്മതിച്ച ആസിഫ് ഫ്രീ ആയി. അതല്ല, അവർ ആസിഫിനെ വിളിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞ നമുക്ക് വീണ്ടും കാണേണ്ടി വരും. ശരിയെന്നാ. സിസ്റ്റർ, ആൻജിയോഗ്രാമിന് കൊണ്ടുപോകുമ്പോ ഞങ്ങൾക്ക് അമ്മയൊന്ന് കാണാൻ കഴിയോ? പേഷ്യന്റിനെ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അനസ്തേഷ്യ കൊടുക്കാനുള്ള ഡോക്ടർ വന്നിട്ടുണ്ട്. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ആൻജിയോഗ്രാം ചെയ്യണമെങ്കിൽ അമ്മ കണ്ണു തുറന്ന് സംസാരിച്ചു കാണുമല്ലോ ഏട്ടാ. അതെ, ഇന്നലെ ഡോക്ടർ പറഞ്ഞത് അമ്മയുടെ ആരോഗ്യം നോക്കിയിട്ട് ആൻജിയോഗ്രാം ചെയ്യാന്ന. ഇന്നിപ്പോ ഓക്കെ ആയി കാണും. ആൻജിയോഗ്രാമില് ബ്ലോക്ക് കണ്ടെത്തിയാലേ സർജറി വേണ്ടി വരും ഏട്ടാ. കൂടുതൽ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ വേണ്ടി വരും. അല്ലെങ്കിൽ ചിലത് ആൻജിയോപ്ലാസ്റ്റി വഴി നീക്കം ചെയ്യേണ്ടി വരും. എന്താണെങ്കിലും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏട്ടാ, പോലീസ്. സുശീല എപ്പോഴും ഐസിയുലാണോ? അതെ സർ, അമ്മയെ ആൻജിയോഗ്രാം നടത്താൻ പോവുക. എന്താണ് സാർ, ഐസിയുല് ആരെ കാണാനാ? ആ സുശീലയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് ഒരു അത്യാവശ്യ കാര്യം അവരിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട്. സോറി സാർ, ഐസിയുവിനകത്ത് മൊഴിയെടുപ്പൊന്നും നടക്കില്ല. സാറിനത് അറിയാവുന്ന കാര്യമല്ലേ? ഡോക്ടർ, ഇത് വിശദമായ മൊഴിയെടുപ്പൊന്നുമല്ല, ഒരേ ഒരു ചോദ്യത്തിന് ഉത്തരം തേടുക മാത്രം. പേഷ്യന്റിന് യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാവാതെ ഞാൻ ചോദിച്ചോളാം. സുശീലയ്ക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ബുദ്ധിമുട്ടാണ് സാർ. അവർക്ക് ആൻജിയോഗ്രാമിന് മുമ്പുള്ള അനസ്തേഷ്യ കൊടുത്തിരിക്കുകയാണ്. അതൊരു ലോക്കൽ അനസ്തീഷ്യല്ലേ? യെസ് എന്നോ നോ എന്നോ ഒരു വാക്ക് പറയാൻ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. സാർ പ്ലീസ്, എനിക്ക് നിങ്ങളുമായി തർക്കിച്ചു നിൽക്കാൻ സമയമില്ല. എന്റെ പേഷ്യന്റിനെ എന്നെ അനുവാദമില്ലാതെ സാറിനിപ്പോൾ കാണാൻ സാധിക്കില്ല. പിന്നെ സാറിന്റെ ഇഷ്ടം. പക്ഷേ അകത്ത് കയറി അതിന്റെ പേരിലൊരു ബാഡ് എഫക്റ്റ് ഉണ്ടായാൽ അതിന് സാറ് സമാധാനം പറയേണ്ടി വരും. ആ ഡോക്ടർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് സർ. ഞങ്ങൾക്ക് പോലും ഇതുവരെ അമ്മയോടൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അതിന് അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയെ കാണുമെന്ന് മക്കൾ സ്ട്രോങ് ആയിട്ട് പറയണം. ഒരു ഡോക്ടർ പേഷ്യന്റിനെ ചികിത്സിച്ചാൽ മാത്രം പോരാ, അതിന്റെ ഇംപ്രൂവ്മെന്റ് കൂടെയുള്ളവർക്ക് സംശയമില്ലാത്ത വിധം പ്രൂവ് ചെയ്ത് കൊടുക്കുകയും വേണം. ഞങ്ങളിപ്പോ അകത്ത് കയറി പേഷ്യന്റിന്റെ മൊഴിയെടുത്താ ആ ഡോക്ടർ ചിലപ്പോ അത് ട്രീറ്റ്മെന്റിനെ ബാധിച്ചു എന്ന് കാണിക്കാൻ പേഷ്യന്റിനെ തന്നെ ചിലപ്പോൾ കരുവാക്കി നിന്നിരിക്കും.